ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സൺഡേ വൈബ് ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടാ. രാവിലെ തന്നെ അമ്മ കിണറ്റിൽ വെള്ളം എടുക്കാൻ പോവുകയാണ്. നല്ല വെള്ളം നമ്മൾ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അടുത്ത് തന്നെയായി. അപ്പോൾ നമ്മൾ ലൈനായിട്ട് നിന്നിട്ട് തന്നെ പല്ലേക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിക്കുട്ടൻ ഫോണും നോക്കിയിരിക്കുകയായിരുന്നു. കുറേ വിളിച്ചാകുമ്പോൾ ലാസ്റ്റ് വന്നു. അങ്ങനെ ഇവരെ പല്ല് തേക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ്റെ പുതിയ വണ്ടി എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഗേയ്സ്, നല്ല അടിപൊളി സംഭവം. ചെറിയ ആളൊരു വണ്ടിപ്രാന്തനായതുകൊണ്ടും അത് എവിടെ കണ്ടാലും വണ്ടി കണ്ടാലും ബാക്കിയുള്ളവരെ പൈസ മുടിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടും അവനെ സൈഡാക്കി കൊണ്ടുപോകലാണ് പതിവ്. പക്ഷെ ഇത്തവണ ഒരു രക്ഷയില്ല ഗൈസ്, നല്ല വെള്ള പിടിപ്പുള്ള ടോയ്സ് തന്നെ അവൻ വാങ്ങി പിടിപ്പിച്ചിട്ടാണ്. എന്തായാലും നല്ലതാണ്. എന്താ വെച്ചാൽ കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് അത് നല്ല കാര്യം തന്നെയല്ലേ. ഞാൻ എന്താണ് ഈ പറയുന്നത് വെച്ചാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും ആൾ ഇന്നലെ 1500 രൂപയുടെ ഒരു ടോയ്സ് വാങ്ങി, അത്ര തന്നെ കാര്യം. ഇത് കുനാഫ ചോക്ലേറ്റ്. എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ട് ഇവന് പ്രാന്ത് പിടിച്ച്. ഞാനാണെങ്കിൽ കുനാഫ ചോക്ലേറ്റ് വാങ്ങണമെന്ന് വിചാരിച്ച് ഒരു സാമ്പിൾ വെടിക്കിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് കണ്ട് വലിയ ലാഭമൊന്നും ഇല്ല, അതിൽ നഷ്ടക്കച്ചവടം മാത്രമാണ്. അപ്പോൾ ഇവൻ എന്താക്കിയെന്ന് വെച്ചാൽ എനിക്ക് വേണമെന്ന് വാശി പിടിച്ച് നമ്മുടെ അടുത്തുള്ള എൻ്റെ ഷോപ്പിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കുനാഫ ചോക്ലേറ്റ് വാങ്ങി. അങ്ങനെ അതും കഴിച്ചു. ഇതെന്ത് ഷോ എന്ന് വെച്ചാൽ ഞാൻ റീലെടുക്കുമ്പോഴുള്ള ഇവൻ്റെ ഗുസ്തി ഷോ ആയിരുന്നു കേട്ടോ. മസിൽ ഷോ. അമ്മയും ചേച്ചിയും കൂടി നമ്മുടെ ഉച്ചക്കത്തുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനെല്ലാം തുടങ്ങിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് ഡെവളായ ഞാൻ എല്ലാം റെഡിയായോ ഒന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കച്ചമ്പറാക്കുന്നുണ്ട്, പിന്നെ അമ്മമ്മക്ക് ചീരപ്പേരി ആക്കുന്നുണ്ട്. അമ്മ എന്തായാലും ഇതിന് ചീരപ്പേരി കൂട്ടിയില്ലല്ലോ. പിന്നെ നമ്മുടെ നുണപറയിൽ സമയമാണ് കേട്ടോ. അപ്പം നമ്മൾ അത് തുടങ്ങിയാൽ പിന്നെ എത്ര സമയം പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ 2 ചോട്ടാസുകൾ ആ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിക്കാനുള്ള എല്ലാ സെറ്റപ്പും നടത്തി. അപ്പോൾ ഇത് ലാസ്റ്റത്തെ പൊരിക്കലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനി ചിക്കൻ പൊരിച്ചത് കുട്ടിയൊക്കെ അല്ലാണ്ട് വേറെ ആർക്കും യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. എല്ലാവരും തടി വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇനി വസക്കൂട്ടനും ഞാനും കുറച്ച് കാർഡ് പറയുന്നത്. മെസ്സിനെ ഇഷ്ടം? അയ്യോ, എൻ്റെ കൈമന്തേ സൂചി അതിന് നിൽക്ക്. പഴയതല്ലേ? മഴ എന്ന് പറഞ്ഞ അവന് പറ്റിച്ചതാണ്. മഴയുടെ ഒരു തുള്ളി പോലും ഒറ്റയില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ വിശപ്പ് എന്നെ ഉണർത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. അപ്പോൾ കപ്പയും മീൻ കറി ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ മീൻ പൊരിച്ചത് മീൻ ചാറും എല്ലാം കൂട്ടി തട്ടി വിട്ടു. അപ്പോൾ ഞാൻ മാത്രം കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മ അവോക്കാഡോ ഉണ്ടായിരുന്നു വാങ്ങിയത്. അത് ജ്യൂസ് ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കുടിച്ചു. സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോൾ പിന്നെ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് പായസം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തത്. ആളത് വിശ്വസിച്ച് കുടിച്ചും ചെയ്തു. അങ്ങനെ നമ്മൾ ഡിന്നറിലേക്ക് കിടക്കുകയാണ് ഗൈസ്. നല്ല ചിക്കനും നെയ്ച്ചോറും എല്ലാം കൂട്ടി തട്ടി വിട്ടു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സമയത്തിന് ഫുഡിനെല്ലാം ഗ്യാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കെങ്കേം ആക്കിയിരുന്നു. അതായത് കുട്ടികൾ കുറേ നാളിന് ശേഷം വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഓരോരോ ഫുഡ് ഐറ്റംസ് ആക്കും. അത് പിന്നെ നമ്മുടെ പ്രത്യേകം നമ്മൾ മാത്രം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കില്ല കേട്ടോ. ഞാൻ മാത്രം കുറച്ച് ഫുഡിയാണ്, ബാക്കി ആരും അങ്ങനെ അത്ര ഇതല്ല. കുട്ടികൾ വന്നാൽ പിന്നെ ഫുഡ് അതാണ്. അപ്പം അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. ആദ്യം കുട്ടികൾക്ക് മാത്രമാണ് കൊടുത്തത്. അതായത് ഞാൻ 2 കുട്ടികളും മാത്രം, നമുക്ക് 3 മാത്രമായിരുന്നു ആദ്യം തന്നത്. അതിന് ശേഷം നമ്മളെല്ലാം റെഡിയായി സെറ്റായതിന് ശേഷമാണ് അവർ കഴിച്ചത്. അങ്ങനെ ഒരു വൈകുന്നേരം 3 മണിയാകുമ്പോൾ ചേച്ചിയും പിള്ളേരെല്ലാം പോയിട്ടാണ്. എന്താണെന്നറിയില്ല, വല്ലാത്ത സങ്കടമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോഴേ കാണാൻ പറ്റില്ല. ഓണത്തിനും അവർ വരില്ല, ഞാൻ അങ്ങോട്ടും പോവില്ല, കൈക്ക് സുഖമില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ.